ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് ചിന്തിച്ചുകൊണ്ട് റീഡിംഗ് കാണാൻ ശ്രമിക്കുക. കാർഡ് ഷഫിൾ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾക്കുള്ള എനർജി എന്താണെന്ന് നോക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കുകയാണ്. ഇവിടെ കിട്ടിയിട്ടുള്ള കാർഡ് കണ്ടോ? 6 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നൊസ്റ്റാൾജിയാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഓൾഡ് സ്റ്റോറിയാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. അവർക്ക് നിങ്ങളെ നഷ്ടപ്പെടുത്തിയതിൽ അതിയായ വേദനയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള നിമിഷത്തിലാണ് ഹാപ്പി ആയിട്ടിരുന്നിട്ടുള്ളത് എന്ന് പറയാണ്, അല്ലെങ്കിൽ ചിന്തിക്കുകയാണ്. അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല. ഒരു ഹാർമണി അവർ പ്രതീക്ഷിക്കുന്നു എന്നാണ്. അവരുടെ ഇന്നർ പീസിനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. പാസ്റ്റിലെ നിങ്ങളുടെ എനർജി അവർക്ക് അത്രയേറെ ഇപ്പോൾ മിസ് ചെയ്യുന്നതായിട്ട് കാർഡ് മീൻ ചെയ്യാണ്. അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് തന്നെയാണ് അവരിലേക്ക് ഒരു തിരിച്ചറിവ് വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നത്. 5 ഓഫ് കപ്സിന്റെ എനർജി, വീണ്ടും കപ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. അവരുടെ ഇമോഷൻ തന്നെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ഡിസപ്പോയിൻമെന്റ് ആണ് കാർഡ് മീൻ ചെയ്യുന്നത്. ബിറ്റർനെസ്സിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഹാർട്ട് ബ്രോക്കണെയാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്തിയ കാര്യം ആലോചിക്കുമ്പോൾ അതിയായ വേദനയാണ്. അവരാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ പ്രവൃത്തി തന്നെയാണ് നിങ്ങളും അവരും സെപ്പറേഷനിലാവാൻ കാരണം എന്നുള്ള തിരിച്ചറിവാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ വേൾഡ് കാർഡ് കിട്ടിയിട്ടുള്ളത് നിങ്ങളുടെ എനർജിയാണ്. ഇവിടെ ഒരു കംപ്ലീഷനെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ നിങ്ങൾക്ക് പ്രോഗ്രസ്, സക്സസ് എന്നാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. നിങ്ങൾ ആശ്വാസത്തോടു കൂടിയിട്ട് സമാധാനത്തോടു കൂടി ഉറങ്ങുന്ന ഒരു ചിത്രമാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു നേട്ടം, ഒരു കാര്യം നിങ്ങളിലേക്ക് സാധ്യമായി കഴിഞ്ഞു എന്നാണ്. അപ്പോൾ ഒരു ഇന്നർ പീസിനെ ഇവിടെ കാണിക്കുന്നു, സക്സസിനെ കാണിക്കുന്നു, ഫാസ്റ്റ് ആയിട്ടുള്ള എനർജി. ഇവിടെ വ്യക്തികൾക്ക് ഒരു ആഗ്രഹമല്ല ഉണ്ടാവും, ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ. അപ്പൊ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം ഒന്ന് സാധ്യമായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് സന്തോഷം തന്നിട്ടുണ്ട് എന്നാണ് കാർഡ് മെയിൻ ചെയ്യുന്നത്. കണ്ടോ? 6 ഓഫ് സോർട്സിന്റെ എനർജി നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ്. ഇവിടെ അവർ സപ്പോർട്ട് ചെയ്യാനായിട്ട് സുഹൃത്തുക്കൾ ഉണ്ട് എന്ന് പറയുന്നു. നിങ്ങളും അവരും തമ്മിലുള്ള സെപ്പറേഷൻ, നോ കോണ്ടാക്ട്, അവർ സുഹൃത്തുക്കളോട് സംസാരിച്ചിരിക്കണം. അപ്പം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അവർക്ക് നഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവർക്ക് കറക്റ്റായിട്ടുള്ള സമയത്ത് അവർ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഹെൽപ്പ് അറൈവിങ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്നാണ് പറയുന്നത്. ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. അവർ തെറ്റ് ചെയ്തു എന്നവർ തിരിച്ചറിയാണ്. ഇവിടെ അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്നു. നിങ്ങൾ മാറിപ്പോകുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് ആണ് നോക്കുന്നത്. നിങ്ങളിലെ ഒരു മാറ്റത്തെ, ഒരു ജേണിയെ അവർ മനസ്സിലാക്കുന്നു എന്നാണ് കാർഡ് മീൻ ചെയ്യുന്നത്. രണ്ട് കാർഡ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി, ഏസ് ഓഫ് പെൻഡക്കിളിന്റെ എനർജി. ഏസ് ഓഫ് പെൻഡക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു തുടക്കത്തെയാണ് കാണിക്കുന്നത്, ന്യൂ ബിഗിനിങ്ങിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ്. ഈ ഒരു ബന്ധത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ല എന്നല്ല പറയുന്നത്. പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന കാര്യത്തെയും, അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സിന്റെ എനർജി എന്ന് പറയുമ്പോൾ അവരുടെ ഫീലിങ്സിനെയാണ് കാണിക്കുന്നത്. അവർ പ്ലാൻ ചെയ്യാണ്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ചില സന്ദർഭങ്ങളിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടാകുന്നു. നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് അവർ തയ്യാറല്ല എന്നാണ് പറയുന്നത്. അവരുടെ പ്ലാനിങ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ വേണം. തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഇല്ല എന്നല്ല. ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. ഇവിടെ ഒരു കണക്ഷൻ അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുമായിട്ട് കാണുവാനും സംസാരിക്കുവാനും ആഗ്രഹിക്കുന്നു. ആ ഒരു പദ്ധതികളിലാണ് കാണിക്കുന്നത്. മേ ബി ഈ ഒരു മാസം എന്ന് പറയുന്നത് നിങ്ങളും അവരും തമ്മിൽ വളരെയേറെ കണക്ട് ചെയ്യുന്ന, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് വരില്ലേ,
ആ ഒരു മാസമാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. അത് അവരും ഓർത്തെടുക്കുന്നുണ്ട്, നിങ്ങളും ഓർത്തെടുക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുകയാണ്, പ്ലാൻ ചെയ്യുന്നതായിട്ട് കാണിക്കുകയാണ്. ഇവിടെ കിങ് ഓഫ് പെന്റക്കിളിന്റെ എനർജി കാണുന്നില്ലേ? കിങ് ഓഫ് പെന്റക്കിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബന്ധത്തിൽ പ്രോഗ്രസ് എന്നാണ്, ഒരു യാത്രയെ കാണിക്കുന്നു, നിങ്ങളും അവരും കാണുവാനുള്ള സാഹചര്യത്തെ കാണിക്കുന്നു. ഇവിടെ ആ യാത്ര എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് ഒരു പ്രോഗ്രസ് ആണ് കൊണ്ടുവരുന്നത്, നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു പ്രോഗ്രസ് ആണ് കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നത്. ഇവിടെ അവരുടെ എനർജിയാണ് 5 ഓഫ് സോർട്സിന്റെ എനർജി ആയിട്ട് കാണിച്ചിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ 2 വശങ്ങളെയാണ് കാണിക്കുന്നത്. നിങ്ങളില്ലാത്ത ജീവിതം എന്ന് പറയുന്നത് അവർക്ക് എക്സ്പീരിയൻസ് ലോസ് എന്നാണ് പറയുന്നത്. എനർജി നഷ്ടപ്പെടുന്ന പോലെ ഫീൽ ചെയ്യാണ്. എന്നാൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിക്കുമ്പോഴാണ് അവർക്കൊരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നത്. കാരണം നിങ്ങൾ അത്രയേറെ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എല്ലാ രീതിയിലും അവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജി ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾ വേണം. ആ ഒരു പദ്ധതി അവിടെ ഇടുന്നുണ്ട്, ആ ഒരു പ്ലാനിങ്ങിനെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഹിരോഫിന്റെ എനർജി അവർ തനിച്ചായതുപോലെ ഫീൽ ചെയ്യാണ്. ഒരുപാട് പാഠങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. ആ പാഠങ്ങളിലൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരിലെ വരും വരായികകളെ, തിരിച്ചറിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് അവർ ഒറ്റപ്പെട്ടതുപോലെ തനിച്ചായതുപോലെ ഫീൽ ചെയ്യുന്ന ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. കാരണം അവർ പൂർണ്ണമായിട്ടും അവർ ഹാപ്പി ആയിട്ടിരുന്നത്, അവർക്ക് ഇഷ്ടം തോന്നിയിട്ടുള്ളത്, അവർ മനസ്സറിഞ്ഞ് സ്നേഹിക്കുക പറയില്ലേ, അത് നിങ്ങളെ ആയിരിക്കണം. ആ ഒരു എനർജി നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാല് തനിച്ചായതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. യെസ്, ഏസ് ഓഫ് വാൻസിന്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ന്യൂ ബിഗിനിങ്, തുടക്കത്തെയാണ് ആഗ്രഹിക്കുന്നത്. അവർ അതിനു വേണ്ടിയിട്ട് പദ്ധതി ഇടുന്നുണ്ട്. നിങ്ങളെ കാണുവാനും സംസാരിക്കുവാനും ഈ ഒരു ബന്ധത്തിൽ ഒരു പോസിറ്റീവ് എനർജി വരുവാനും നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസാ കാണിക്കുന്നേ. അവർക്ക് പറ്റുന്നില്ല, നിങ്ങളില്ലാതെ പറ്റില്ല പറയില്ലേ, അതുകൊണ്ടാണ് കൈ നിറയെ കാണിക്കുന്നേ. ഇവിടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത്, ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പൂർണ്ണതയിൽ എത്താൻ പോവാണ്, അതിനുള്ള തുടക്കമായി തന്നെയാണ് കാണുകയും ചെയ്യുന്നത്. യെസ് എന്നാണ് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം. എന്റെ പേഴ്സൺ എന്നിലേക്ക് തിരിച്ചു വരുമോ? യെസ്. ഈ ഒരു ബന്ധത്തില് പ്രോഗ്രസ് ആണോ? യെസ്. എന്താണോ നിങ്ങൾ ചോദിച്ചിട്ടുള്ളത് പ്രപഞ്ചത്തോടെ, എന്താണോ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത്, ആ കാര്യത്തിൽ സക്സസ് എന്നാണ്. ഒരു കംപ്ലീഷനെ, നിങ്ങളുടെ സന്തോഷത്തെ, ഹാപ്പിനെസിനെയാണ് കാണുകയും ചെയ്യുന്നത്. ഈ ഒരു ബന്ധത്തിൽ ഒരു ഡിലേ ഉണ്ടെങ്കിൽ, നമുക്കറിയാലോ നമുക്ക് ചുറ്റും പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ മാത്രമല്ല, നെഗറ്റീവ് ഉള്ള വ്യക്തികളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഉള്ളിടത്തോളം കാലം നമുക്ക് കുറച്ച് ഡിലേ വരും. എന്നാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മളിലേക്ക് സക്സസ് എന്നാണ്. പ്രപഞ്ചം നിങ്ങളുടെ പ്രാർത്ഥന കാണുന്നുണ്ടെന്നാണ്. പ്രപഞ്ചത്തിൽ വിശ്വസിക്കുക. പ്രപഞ്ചത്തിൽ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാം സാധിക്കുമെന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഈ റീഡിങ് ഞാൻ നിർത്താണ് കേട്ടോ. കുറച്ച് ദിവസമായിട്ട് കുറച്ച് റീഡിങ്സും കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് റീഡിങ് എടുക്കാൻ പറ്റാത്തത്. പേഴ്സൺ റീഡിംഗ് ഉണ്ട്, അപ്പൊ അതിന്റെ കുറച്ച് തിരക്കുണ്ട്. ഒരു 2-3 ദിവസത്തിനുള്ളിൽ എല്ലാം ഒന്ന് സെറ്റ് ആവും കേട്ടോ. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച മുതൽ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ്സ്, നിങ്ങൾക്കുള്ള റീഡിങ്സ് എന്നും എത്തുന്നതായിരിക്കും. കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാണ് റീഡിങ് നിർത്താണ്. ഈ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. ഇനി പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് എന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്വന്തം നിംസ്.